നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരായിരിക്കും? അത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. 7 ജില്ലകളിലാണ് വലിയ തോതിൽ മോദിയുടെ പ്രചാരണ പരിപാടികൾ നടക്കുക എന്ന് BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നു. 7 ജില്ലകളിൽ നടക്കുന്ന പ്രചണ്ഡമായ പ്രചരണത്തിലൂടെ BJPക്ക് 5-ലധികം നിയമസഭാ സീറ്റുകൾ നേടിക്കൊടുക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം. മോദിയെ ഏതാണ്ട് 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസത്തോളം 7 ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തൊരു പ്രചരണ കൊടുങ്കാറ്റ് തന്നെ സംഘടിപ്പിക്കാനാണ് BJP നേതൃത്വം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP ഉറപ്പായും ജയിക്കുമെന്ന് കരുതുന്ന ചില ജില്ലകളുണ്ട്. അവിടെ നരേന്ദ്രമോദി ചിലപ്പോൾ 1-ൽ കൂടുതൽ യോഗങ്ങളിൽ പങ്കെടുത്തേക്കാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നരേന്ദ്രമോദി തൻ്റെ പ്രചണ്ഡമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അഴിച്ചുവിടുക എന്ന് ഇപ്പോൾ BJP നേതൃത്വം പറയുന്നു. അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കളെ അദ്ദേഹം പ്രത്യേകമായി കാണുമെന്നും BJP നേതൃത്വം ഇപ്പോൾ രഹസ്യമായി പറയുന്നുണ്ട്. ആ പരിപാടിയെക്കുറിച്ച് ഏകദേശം അതിൻ്റെ ഷെഡ്യൂളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും കോട്ടയത്ത് വച്ചോ തിരുവനന്തപുരത്ത് വച്ചോ ക്രൈസ്തവ സഭാ നേതാക്കളെ നരേന്ദ്രമോദി നേരിട്ട് കാണുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ നേതാക്കളെ കണ്ടതിന് ശേഷമായിരിക്കും മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കേരളത്തിൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കുക എന്നും BJPയിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ BJPക്ക് സീറ്റ് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും. തൃശ്ശൂരിനും പാലക്കാടിനും വേണ്ടി മാത്രമായൊരു സമ്മേളനമായിരിക്കും തൃശ്ശൂരിൽ സംഘടിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂർ അസംബ്ലി നിയോജക മണ്ഡലം ഉൾപ്പെടെ BJPക്ക് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത്. അതുപോലെ തന്നെ മലബാറിന് വേണ്ടി മാത്രം, മലബാറിൽ BJPക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്ന് ആ പാർട്ടി വിധേയതി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മലബാറിൽ വോട്ട് വർദ്ധിപ്പിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി കോഴിക്കോടായിരിക്കും മലബാർ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മോദിയുടെ പരിപാടി നടക്കുക. അത് കോഴിക്കോട് വെച്ചായിരിക്കുമെന്നുള്ള സൂചനയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും കോട്ടയവും തൃശ്ശൂരും എല്ലാം മോദി ഇറങ്ങി നടന്ന് ജനങ്ങളെ കാണുമെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഇതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി 2 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയിരുന്നു. മോദി ഒരു സ്ഥലത്തെത്തുന്നത് അത് വെറുതെ ആയിരിക്കില്ല. അതിൻ്റെ എല്ലാ പശ്ചാത്തല സംവിധാനവും BJP നേതൃത്വം അതിനു മുമ്പേ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ട് ഈ 7 ജില്ലകളിലും സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. 7 ജില്ലകളിൽ കൃത്യമായി BJP ലക്ഷ്യമിടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ആ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്ന ദൗത്യവുമായാണ് സാക്ഷാൽ നരേന്ദ്രമോദി രംഗത്തിറങ്ങുന്നത്. അങ്ങനെ 7 ജില്ലകളിൽ നരേന്ദ്രമോദിയുടെ പടയോട്ടം തേരോട്ടമായിരിക്കുമെന്നാണ് BJP വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അതിനുള്ള കാര്യപരിപാടികൾ അവർ തയ്യാറാക്കി വരികയാണ്. BJPക്ക് സീറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ള ജില്ലകളിൽ ഒരുപക്ഷെ 2-3 പ്രചരണ പരിപാടികളിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ളവയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് BJP നേതൃത്വം നമുക്ക് രഹസ്യമായി അറിയാൻ കഴിയുന്നത്. ആ നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ ചിലർ പേര് വെളിപ്പെടാത്ത ചില നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മോദിയുടെ തേരോട്ടമായിരിക്കണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവർ നടത്തുകയും ചെയ്യും. മോദി നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെല്ലാം അപ്രസക്തരാകും എന്ന ഒരു തോന്നൽ BJP നേതൃത്വത്തിനുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉറപ്പായിട്ടും 14 ജില്ലകളിലും പ്രചരണത്തിന് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അവരെ തടയണമെങ്കിൽ മോദി രംഗത്തിറങ്ങിയേ മതിയാവൂ എന്നാണ് BJP നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് 7 ജില്ലകളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയുടെ തേരോട്ടം പ്രചരണ പരിപാടി അരങ്ങേറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വളരെ പ്രചണ്ഡമായ പ്രചരണമായിരിക്കും. BJPക്ക് നിയമസഭാ സീറ്റുകൾ മേടിച്ചു കൊടുത്തേ അടങ്ങുമെന്നുള്ള വാശിയിലാണ് മോദി ആ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്.